സമുദായ അംഗങ്ങളുടെ പേരിൽ വെള്ളാപ്പള്ളി നടേശൻ കോടികൾ തട്ടിയതിന്റെ കൂടുതൽ രേഖകൾ പുറത്ത്. മൈക്രോ ഫിനാൻസ് വഴി സമുദായ അംഗങ്ങളിൽ നിന്ന് അധിക പലിശ വാങ്ങി വെള്ളാപ്പള്ളി തട്ടിയെടുത്തത് 2 കോടിയോളം രൂപയാണ്. ഓഡിറ്റ് റിപ്പോർട്ടിന്റെ പകർപ്പ് പീപ്പിളിന് ലഭിച്ചു. 2007 മുതൽ 2010 വരെ 3 വർഷം പിന്നാക്കജാതി ക്ഷേമ കോർപ്പറേഷനിൽ നിന്ന് വെള്ളാപ്പള്ളി വാങ്ങിയത് 7,85,00,000 രൂപ. ഇതിന് കോർപ്പറേഷൻ വെള്ളാപ്പള്ളിയിൽ നിന്ന് ഈടാക്കുന്ന പലിശ 2%. SNDPയുടെ കീഴിലുള്ള സ്വയം സഹായ സംഘങ്ങളിൽ നിന്ന് വെള്ളാപ്പള്ളിക്ക് ഈടാക്കാവുന്ന പലിശ 5%. എന്നാൽ വെള്ളാപ്പള്ളി നടേശൻ ഈടാക്കിയതാകട്ടെ 12% വീതവും. 7% അധികം ഈടാക്കിയതിലൂടെ 3 വർഷം കൊണ്ട് വെള്ളാപ്പള്ളി നടേശൻ ലഭിച്ച കൊള്ളപ്പലിശ 1,94,00,000 രൂപയാണ്. വെള്ളാപ്പള്ളിയുടെ നേതൃത്വത്തിൽ SNDPക്ക് കീഴിലുള്ള സ്വയം സഹായ സംഘങ്ങളിൽ നിന്ന് 12% പലിശയാണ് ഈടാക്കിയതെന്ന് അക്കൗണ്ടന്റ് ജനറൽ വ്യക്തമാക്കുന്നു. ദരിദ്രരായവർക്ക് നൽകുന്ന പണത്തിന് കൊള്ളപ്പലിശ വാങ്ങിയിട്ടും വെള്ളാപ്പള്ളിക്കെതിരെ പിന്നാക്കജാതി കോർപ്പറേഷൻ നടപടി സ്വീകരിച്ചില്ലെന്നും ഓഡിറ്റ് റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു. മാത്രമല്ല, പണം ഏത് പദ്ധതിക്കായി വിനിയോഗിച്ചു എന്ന കാര്യം പരിശോധിക്കാൻ കോർപ്പറേഷൻ തയ്യാറായിട്ടില്ല എന്നും റിപ്പോർട്ടിൽ വ്യക്തമാണ്. പാവപ്പെട്ടവരുടെ ഉന്നമനം ലക്ഷ്യമിട്ട് നടപ്പാക്കിയ പദ്ധതി പൂർണ്ണ പരാജയമാണെന്നും ഓഡിറ്റ് റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു. ഇത്തരത്തിൽ വലിയ ക്രമക്കേടുകൾ നടന്നത് ഓഡിറ്റ് വിഭാഗം റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടിയിട്ടും 5 കോടി രൂപ കൂടി കോർപ്പറേഷൻ 2014 ജൂണിൽ അനുവദിച്ചു. മാത്രമല്ല 9,20,00,000 രൂപ വരെ വെള്ളാപ്പള്ളി നടേശന് നൽകാമെന്നും പിന്നോക്കജാതി ക്ഷേമ കോർപ്പറേഷൻ ശുപാർശ ചെയ്യുന്നുമുണ്ട്. സമുദായക്ഷേമത്തിന്റെ മറവിൽ വെള്ളാപ്പള്ളി കോടികൾ തട്ടുമ്പോഴും എന്തുകൊണ്ട് നടപടി ഉണ്ടാകുന്നില്ല എന്നിടത്താണ് സംശയങ്ങൾ ഉയരുന്നത്. തിരുവനന്തപുരത്ത് നിന്ന് KG ദിനകർ. വയനാട്ടിലും SNDPയുടെ മൈക്രോ ഫിനാൻസ് തട്ടിപ്പ്. പിരിച്ചുവിട്ട സ്വാശ്രയ സംഘങ്ങളുടെ പേരിലും കുടുംബശ്രീ അംഗങ്ങളുടെ വ്യാജരേഖ ചമച്ചുമാണ് തട്ടിപ്പ്. നിയമ നടപടികൾ ഉണ്ടാകുമോ എന്ന ഭയത്തിലാണ് തട്ടിപ്പിനിരയായവർ. മൈക്രോ ഫിനാൻസിന്റെ ഇടപാടുകളെ സംബന്ധിച്ച വലിയ ആരോപണങ്ങൾ നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് വയനാട് കേന്ദ്രീകരിച്ചുള്ള വൻ തട്ടിപ്പിന്റെ കഥകൾ പുറത്തുവരുന്നത്. SNDP പുൽപ്പള്ളി യൂണിയനിലെ 10 സംഘങ്ങളുടെയും മാനന്തവാടി യൂണിയനിലെ 8 സംഘങ്ങളുടെയും കീഴിലാണ് പിന്നാക്ക വികസന കോർപ്പറേഷനിൽ നിന്നും സംഘാംഗങ്ങൾ പോലും അറിയാതെ വായ്പ എടുത്തിട്ടുള്ളത്. 40 ലക്ഷത്തോളം വായ്പകളിന്മേൽ വൻ തിരിമറിയാണ് നടന്നിരിക്കുന്നത്. ഒരു സംഘത്തിന്റെ പേരിൽ 2 ലക്ഷം രൂപ വരെ വായ്പ എടുത്തിട്ടുണ്ട്. പുൽപ്പള്ളി തപസ്യ കുടുംബശ്രീ അംഗങ്ങളുടെ ഫോട്ടോ പതിച്ച വ്യാജരേഖകൾ വരെ ഉപയോഗിച്ചാണ് തട്ടിപ്പ് നടത്തിയിട്ടുള്ളത്. വായ്പാ പ്രകാരമുള്ള പദ്ധതി പ്രവർത്തനങ്ങൾ നിരീക്ഷിക്കാനായി പിന്നാക്ക വികസന കോർപ്പറേഷൻ അംഗങ്ങൾ വീട്ടിലെത്തിയപ്പോഴാണ് പലരും സംഭവം അറിഞ്ഞതുതന്നെ. ഞങ്ങളുടെ ഈ ഗുരുജ്യോതി എന്ന് പറഞ്ഞ സംഘം 2 വർഷത്തിന് മുമ്പ് പിരിച്ചുവിട്ട സംഘമാണ്. അപ്പോൾ ആ പിരിച്ചുവിട്ട സംഘത്തിൻ്റെ സീലും ഫോട്ടോയും വെച്ചിട്ടാണ് ഇവർ ലോൺ എടുത്തിരിക്കുന്നത്. ഈ ഗുരുജ്യോതിയുടെ ഫോട്ടോ കൊടുത്തിട്ട് വേറെ ഏതോ സംഘത്തിൻ്റെ പേരിൽ അതും ലോൺ എടുത്തിട്ടുണ്ട്. കുടുംബപരമായ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് ലോൺ എടുക്കാൻ പിന്നാക്ക വികസന കോർപ്പറേഷനിൽ പോകാൻ പോലും പറ്റാത്ത ഒരു അവസ്ഥയാണ് ഞങ്ങൾക്കിപ്പോൾ. ഇക്കഴിഞ്ഞ മാർച്ചിലാണ് തട്ടിപ്പ് വിവരം പുറത്തുവന്നത്. പിന്നാക്ക വികസന കോർപ്പറേഷൻ കൊല്ലം ഓഫീസ് മുഖേനയാണ് വായ്പ അനുവദിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ജില്ലാ ഓഫീസിന് ഇക്കാര്യത്തിൽ കൃത്യമായ വിവരങ്ങൾ ഇല്ല. പരാതി ലഭിച്ചതിന്റെ സാഹചര്യത്തിൽ കോർപ്പറേഷൻ ജില്ലാ ഓഫീസ് ഒരു അന്വേഷണം നടത്തിയിരുന്നു. തട്ടിപ്പ് നടന്നിട്ടുണ്ട് എന്ന് ചൂണ്ടിക്കാട്ടി കൊല്ലം ഓഫീസിലേക്ക് റിപ്പോർട്ടും കൈമാറി. എന്നാൽ റിപ്പോർട്ട് കൈമാറി മാസങ്ങൾ കഴിഞ്ഞിട്ടും ഇതിന്മേൽ യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല. ചില നടപടികൾ ഉണ്ടാകാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടായെങ്കിലും SNDP നേതാക്കൾ നേരിട്ട് ഇടപെട്ട് അതൊക്കെ തടഞ്ഞു എന്ന വിവരമാണ് ലഭിക്കുന്നത്. തട്ടിപ്പിനിരയായ സാധാരണക്കാർ നിയമ നടപടി ഭയന്ന് കഴിയുകയാണ് ഇപ്പോൾ. ന്യൂസ് ബ്യൂറോ, വയനാട്. മൈക്രോ ഫൈനാൻസിന്റെ പേരിൽ വെള്ളാപ്പള്ളി നടേശൻ നടത്തുന്നത് പകൽ കൊള്ളയെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ. ഫൈനാൻസിനായി ലഭിച്ച 5,000 കോടി രൂപ എവിടെ നിന്ന് വെള്ളാപ്പള്ളി നടേശൻ വ്യക്തമാക്കണമെന്നും കോടിയേരി ആവശ്യപ്പെട്ടു. പാവപ്പെട്ട സ്ത്രീകളിൽ നിന്ന് ഈ സ്വയം സഹായ സംഘത്തിന്റെ പേരിൽ ഈടാക്കിക്കൊണ്ടിരിക്കുന്നത് 5% പകരം 12%. പകൽ കൊള്ളയല്ലേ നടക്കുന്നത്? പാവപ്പെട്ട സ്ത്രീകളെ കടക്കണിയിൽപ്പെടുത്തി അവരെ കടുത്ത സമ്മർദ്ദത്തിലാക്കുന്ന പ്രചരണ പരിപാടികളല്ലേ ഈ സമീപകാലത്ത് അവർ സംഘടിപ്പിച്ചു വന്നത്. ഇതെല്ലാം ഓരോന്നോരോന്നായി പുറത്തു വരാൻ തുടങ്ങിയിരിക്കുകയാണ്. ശ്രീനാരായണ ധർമ്മം സംരക്ഷിക്കേണ്ടവർ സംഘപരിവാറിന് അടിയറവ് പറയുകയാണെന്ന് പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദൻ. ഗുരുവിനെ ഹൈജാക്ക് ചെയ്യുന്നത് പോലെ അയ്യങ്കാളിയെയും ഹൈജാക്ക് ചെയ്യുന്നുവെന്നും VS കുറ്റപ്പെടുത്തി. ശ്രീനാരായണ ഗുരുവിന്റെ ദർശനങ്ങൾ ഉയർത്തിപ്പിടിക്കുവാൻ ബാധ്യതയുള്ളവർ തന്നെ സംഘപരിവാറിന് അടിയറ പറയുന്നു. ശ്രീനാരായണ ദർശനങ്ങൾ ഹൈജാക്ക് ചെയ്യാൻ ശ്രമിക്കുന്നവർ അയ്യങ്കാളിയെയും അദ്ദേഹം രൂപം നൽകിയ പ്രസ്ഥാനത്തെയും വല വീശിക്കൂടുന്നില്ല. അത്തരത്തിലുള്ള ഗൂഢപദ്ധതികളാണ് സംഘപരിവാർ പയറ്റിക്കൊണ്ടിരിക്കുന്നത്. ഇതിനെതിരെ ജാഗ്രത പാലിക്കാൻ അയ്യങ്കാളിയെ സ്നേഹിക്കുന്നവരടക്കമുള്ള എല്ലാ ജനാധിപത്യവാദികൾക്കും ഉത്തരവാദിത്വമുണ്ട്. സാഹിത്യത്തിനുള്ള നൊബേൽ പുരസ്കാരം പ്രഖ്യാപിച്ചു. ബെലാറസ് എഴുത്തുകാരിയും പത്രപ്രവർത്തകയുമായ സെറ്റ്ലാന അലക്സിയേവിച്ചിനാണ് പുരസ്കാരം. ഈ കാലത്തെ പീഠാനുഭവങ്ങളുടെയും നിർഭയത്വത്തിന്റെയും ലിഖിതരേഖയാണ് സുത്ലാനയുടെ രചനാശൈലിയെന്ന്
നൊബേൽ സമ്മാന സമിതി വിലയിരുത്തി. സോവിയറ്റ് യൂണിയന്റെ ഹൃദയമിടിപ്പ് ലോകത്തിന് മുന്നിൽ അക്ഷരങ്ങളിലൂടെ പകർന്നു നൽകിയ സ്വെത്ലാന സാഹിത്യ നൊബേൽ ലഭിക്കുന്ന 112 പേരിൽ 14ാമത്തെ സ്ത്രീ എഴുത്തുകാരിയാണ്. തോട്ടമേഖലയിലെ പ്രശ്നങ്ങൾ അടിയന്തരമായി പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് തിങ്കളാഴ്ച മുതൽ സെക്രട്ടേറിയറ്റിന് മുന്നിൽ അനിശ്ചിതകാല സത്യഗ്രഹം ആരംഭിക്കുമെന്ന് സംയുക്ത ട്രേഡ് യൂണിയൻ. വയനാട്ടിൽ താമരശ്ശേരി ചുരം ഉപരോധിക്കാനും സമരക്കാർ തീരുമാനിച്ചു. പ്രശ്നപരിഹാരത്തിനായി ചൊവ്വാഴ്ച വീണ്ടും PLC യോഗം ചേരും. 10-ാം തീയതി മുതൽ ദേശീയപാത 212-ൽ റോഡ് ഉപരോധിച്ചുള്ള ശക്തമായ പ്രക്ഷോഭമാണ് വയനാട് എസ്റ്റേറ്റ് ലേബർ യൂണിയൻ CITU തീരുമാനിച്ചിരിക്കുന്നത്. 25 മുതൽ തുടരുന്ന പണിമുടക്ക് വിവിധയിടങ്ങളിൽ റോഡ് ഉപരോധമടക്കമുള്ള സമരപരിപാടികളായി പരിണമിച്ചുകൊണ്ടിരിക്കുന്നു. മേപ്പാടി, ചുണ്ട, പൊഴുതുന, മാനന്തവാടി എന്നിവിടങ്ങളിൽ തൊഴിലാളികൾ സംഘടിതമായി തെരുവിലിറങ്ങുകയാണ്. നാളെ മുതൽ ചുണ്ടയിൽ നിരാഹാര സമരം സംയുക്ത ട്രേഡ് യൂണിയൻ ആരംഭിക്കും. PLC ചർച്ചകൾ പരാജയപ്പെടുന്നതിനിടെ സംയുക്ത ട്രേഡ് യൂണിയൻ സമരം സെക്രട്ടേറിയറ്റിന് മുന്നിലേക്ക് വ്യാപിപ്പിക്കും. മൂന്നാറിൽ പെമ്പിളിയൊരുമയുടെ റോഡ് ഉപരോധം തുടരുകയാണ്. സംയുക്ത ട്രേഡ് യൂണിയന്റെ രാപ്പകൽ നിരാഹാര സമരം ഇവിടെ 8ാം ദിവസത്തിലേക്ക് കടന്നു. പാലക്കാട് നെല്ലിയാമ്പതി മണലാരു AVT ഫാക്ടറിക്ക് മുന്നിലെ രാപ്പകൽ ധർണയ്ക്ക് പുറമെ 24 മണിക്കൂർ ഹർത്താലിന് സംയുക്ത ട്രേഡ് യൂണിയൻ ആഹ്വാനം ചെയ്തിട്ടുണ്ട്. പത്തനംതിട്ടയിൽ ഹാരിസൺ AVT തോട്ടങ്ങളിലും പ്ലാന്റേഷൻ കോർപ്പറേഷൻ തോട്ടങ്ങളിലും പണിമുടക്ക് പൂർണ്ണം. കൊല്ലത്ത് തൃത്താല, അമ്പനാട് തൊഴിലാളികളുടെ നിരാഹാര സമരം 24 ദിവസം പിന്നിട്ടു. കോട്ടയം മുണ്ടക്കയത്ത് HML-ന് കീഴിലുള്ള 9 എസ്റ്റേറ്റിലെ തൊഴിലാളികൾ ദേശീയപാത ഉപരോധിച്ചു. അനുകൂല സമരങ്ങൾ ഉണ്ടാകും വരെ ശക്തമായ സമരത്തിലേക്കാണ് സംസ്ഥാനത്ത് തോട്ടമേഖല നീങ്ങുന്നത്. പ്ലാന്റേഷൻ ലേബർ കമ്മിറ്റി തീരുമാനങ്ങൾ നീളുന്നതിനിടെ തെരഞ്ഞെടുപ്പ് കാലത്ത് സർക്കാരിന് വലിയ തലവേദനയാവുകയാണ് തോട്ടമേഖലയിൽ ശക്തി പ്രാപിക്കുന്ന സമരങ്ങൾ. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ബ്യൂറോ, വയനാട്. സമരം ചെയ്യുന്ന തോട്ടം തൊഴിലാളികൾക്കെതിരെ സർക്കാരിന്റെ ഭീഷണി. സമരം പിൻവലിച്ചില്ലെങ്കിൽ പോലീസിനെ ഇടപെടുത്തുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞു. അതേസമയം മുഖ്യമന്ത്രി ചൊവ്വാഴ്ച ട്രേഡ് യൂണിയനുകളുടെ യോഗം വിളിച്ചിട്ടുണ്ട്. മുഖ്യമന്ത്രിയിൽ നിന്ന് നീതി ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നത് മൂഢത്വമാണെന്ന് VS അച്യുതാനന്ദൻ പ്രതികരിച്ചു. സ്ത്രീകളെ ഉപയോഗിച്ച് ബ്ലാക്ക്മെയിൽ ചെയ്ത് പണം തട്ടുന്ന സംഘം കൊച്ചിയിൽ പിടിയിലായി. ഉയർന്ന സാമ്പത്തിക സ്ഥിതിയുള്ളവരെ ബാംഗ്ലൂരിലേക്ക് വിളിച്ചുവരുത്തി ബ്ലാക്ക്മെയിൽ ചെയ്ത് പണം തട്ടുന്നതായിരുന്നു രീതി. കർണാടക പോലീസ് എന്ന വ്യാജേന ഭീഷണിപ്പെടുത്തിയായിരുന്നു സംഘം തട്ടിപ്പ് നടത്തിയിരുന്നത്. എറണാകുളം സ്വദേശി പോലീസിന് നൽകിയ പരാതിയെ തുടർന്ന് നടത്തിയ നീക്കങ്ങളാണ് പ്രതികളെ വലയിലാക്കിയത്. പരാതിക്കാരൻ തട്ടിപ്പിനിരയായ വിധം ഇങ്ങനെ: BMW കാർ വാങ്ങാൻ തീരുമാനിച്ച പരാതിക്കാരനെ ഡീലർ എന്ന വ്യാജേന യുവതി സമീപിക്കുന്നു. ബാംഗ്ലൂരിൽ കമ്പനി നടത്തുന്ന വാഹന പ്രദർശനത്തിലേക്ക് ക്ഷണിക്കുന്നു. വിമാന ടിക്കറ്റും താമസവും കമ്പനി ചെലവിലാണെന്ന ഓഫറോടെയായിരുന്നു ക്ഷണം. ബാംഗ്ലൂരിലെ ഹോട്ടലിൽ വെച്ച് യുവതി വെള്ളപ്പൊടി അടങ്ങുന്ന കവർ കൈമാറുന്നു. കർണാടക പോലീസിന്റെ യൂണിഫോം ധരിച്ച് റൂമിലെത്തുന്ന തട്ടിപ്പ് സംഘം ബ്ലാക്ക്മെയിൽ ചെയ്ത് പണം ആവശ്യപ്പെടുകയായിരുന്നു. മയക്കുമരുന്ന് പിടിച്ചെടുത്തെന്ന് ഭീഷണിപ്പെടുത്തി 2 കോടി രൂപയാണ് പരാതിക്കാരനോട് ഇവർ ആവശ്യപ്പെട്ടത്. പണം കൊച്ചിയിൽ നൽകാമെന്ന് ഉറപ്പ് നൽകി മടങ്ങി പോലീസിന് പരാതി നൽകുകയായിരുന്നു. 5 ലക്ഷം രൂപ നൽകാമെന്ന് പറഞ്ഞ് വിളിച്ചു വരുത്തി പ്രതികളെ പോലീസ് അറസ്റ്റ് ചെയ്തു. 30 ലക്ഷം രൂപ ഒരാളിനെ 35 ലക്ഷം രൂപ തട്ടിച്ചെടുത്തെന്ന് മനസ്സിലായിട്ടുണ്ട്. 20 ലക്ഷം രൂപ തട്ടിച്ചെടുത്തെന്ന് മനസ്സിലായിട്ടുണ്ട്. അതുകൂടാതെ പലരും ഇപ്പോൾ ഇതിൽ ട്രാപ്പ് ചെയ്യപ്പെട്ട പലരും എത്ര കൊടുത്തു എന്നുള്ളത് ഇവർ തുകകളെ ഏറ്റക്കുറച്ചിൽ പറഞ്ഞേക്കാൻ ചിലപ്പോൾ. DIG വേഷത്തിലെത്തിയ കൊച്ചി സ്വദേശി നാരായൺ ദാസാണ് സംഘത്തലവൻ. പിടിയിലായപ്പോൾ സായി ശങ്കർ CIയുടെ വേഷത്തിലും സമീർ SIയുടെ വേഷത്തിലുമായിരുന്നു. പെരുമ്പാവൂർ സ്വദേശിനി മയൂഖിയാണ് തട്ടിപ്പിൽ ഇവരുടെ സഹായി. ഇവർ സഞ്ചരിച്ചിരുന്ന വാഹനങ്ങളും 15 മൊബൈൽ ഫോണുകളും 5 വയർലെസ് സെറ്റുകളും വിലങ്ങുകളും യൂണിഫോമും പിടിച്ചെടുത്തിട്ടുണ്ട്. ഇതിൽ സായി ശങ്കറിന് തൃപ്പൂണിത്തുറയിൽ കോടികൾ വിലമതിക്കുന്ന വീടുണ്ട്. ന്യൂസ് ബ്യൂറോ, കൊച്ചി. വെബ് സെർച്ച് എഞ്ചിനായ ഗൂഗിൾ വഴി അശ്ലീല സൈറ്റ് തിരയുന്നവരിൽ കൂടുതൽ ഇന്ത്യയിലെന്ന് റിപ്പോർട്ട്. ഗൂഗിളിന്റെ ട്രെൻഡ്സ് റിപ്പോർട്ട് പ്രകാരം അശ്ലീല വീഡിയോ തെരഞ്ഞ ആദ്യ 10 നഗരങ്ങളിൽ 6ഉം ഇന്ത്യയിലാണ്. ദില്ലിയിൽ നിന്നാണ് കൂടുതൽ ആളുകൾ ഗൂഗിൾ വഴി പോൺ സൈറ്റുകളിലേക്ക് എത്തിയത്. പൂനെ, മുംബൈ, ഹൗറ, ഉന്നാവോ, ബംഗളൂരു എന്നിവയാണ് പട്ടികയിൽ ഇടം പിടിച്ച മറ്റ് ഇന്ത്യൻ നഗരങ്ങൾ. 2008 മുതലുള്ള തെരച്ചിൽ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലുള്ളതാണ് റിപ്പോർട്ട്. മൃഗരതിയാണ് പൂനെയിൽ നിന്ന് കൂടുതൽ പേർ തെരഞ്ഞത്. ബലാത്സംഗ ദൃശ്യങ്ങൾക്കാണ് കൊൽക്കത്ത, ഹൗറ, ദില്ലി, അഹമ്മദാബാദ് എന്നിവിടങ്ങളിൽ നിന്നും കൂടുതൽ സെർച്ചുകൾ ഉണ്ടായത്. കുട്ടികളുടെ അശ്ലീല ദൃശ്യങ്ങൾക്കായി ഏറ്റവും കൂടുതൽ തെരച്ചിലുണ്ടായത് ഉത്തർപ്രദേശിലെ ചെറിയൊരു പട്ടണമായ ഉന്നാവോയിൽ നിന്നാണെന്നും റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. റിപ്പോർട്ടിലെ കണക്കുകൾ ശരിയാണെങ്കിലും പല രാജ്യങ്ങളിലും ഗൂഗിൾ പ്രവർത്തന സജ്ജമല്ലാത്തതിനാൽ അപൂർണമാണെന്ന വിലയിരുത്തലുമുണ്ട്. ചൈന, റഷ്യ, ഉത്തര കൊറിയ എന്നിവിടങ്ങളിൽ ഗൂഗിൾ ലഭ്യമല്ല. അമേരിക്കയിലും UK-യിലും ഗൂഗിൾ ഇതര സെർച്ച് എഞ്ചിനുകളാണ് കൂടുതൽ ഉപയോഗിക്കുന്നത്. കമ്പ്യൂട്ടർ ഇന്റർനെറ്റ് സാക്ഷരത കുറവാണ് ഗൂഗിൾ വഴി പോൺ സൈറ്റിലേക്ക് എത്തുന്നതിന് ഇന്ത്യക്കാരെ പ്രേരിപ്പിക്കുന്നതെന്നും സൈബർ വിദഗ്ധർ ചൂണ്ടിക്കാട്ടി. അതുകൊണ്ട് തന്നെ ഇന്ത്യക്കാരെ വലിയ തോതിൽ കുറ്റം പറയേണ്ടെന്നാണ് വിദഗ്ധരുടെ അഭിപ്രായം. ന്യൂസ് ഡെസ്ക്.